പടം നന്നായി കാണൂലേ? ഇവിടെയും കിട്ടണല്ലോ. എന്തായി പടം? എന്തായി പടം? കുഴപ്പമില്ല എന്ന് പറയാ. സംഭവം രസമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. സ്ഥിരം സാധനം തന്നെ, ക്ലീശ. ഈ പ്രേമം, അവസാനം ഒരു ട്രാജഡി, അങ്ങനെ ഉണ്ടെന്ന് നിർത്തി കൊടുത്ത്. ക്ലൈമാക്സ് പോലെ. നായിക പുള്ളിക്കാരിക്ക് വയ്യേ ഡയലോഗ് പറഞ്ഞു കേൾക്കണം. ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോ തുണി അല്ലെങ്കിൽ തള്ളണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടെ എന്ത് നായകനെ ആരൊക്കെയോ ചേർന്ന് വലിയൊരു നായകനാക്കാൻ നോക്കിയിട്ടുണ്ട്, അതുറപ്പാണ്. പിന്നെ നായികയുടെ കേസാണെങ്കിൽ നായികയുടെ അത്രയും ദാരുണമായ പെർഫോമൻസ് കാരണം നായകന്റെ നമ്മൾ അറിയില്ല, അങ്ങ് മുങ്ങിപ്പോയി. അപ്പൊ പടം ഫ്ലോപ്പായിരുന്നോ? എനിക്ക് പിടിച്ചില്ല, കൊളത്തുമില്ല, മാട്ട സാധനം. എന്റെ ഒരു അഭിപ്രായത്തിലേ നിങ്ങൾ ഇതിനെ നെഗറ്റീവ് റിവ്യൂ മാത്രം ചെയ്യുന്നത് ഭയങ്കര മോശമാണ്. അതിന് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പോലെ ഉണ്ട്. എന്റെ കൊച്ചെ, ഇവിടെ നെഗറ്റീവിനാണ് മാർക്കറ്റിംഗ്. നമ്മളിപ്പോ ഇത്രയും വീഡിയോസ് ഇട്ടപ്പോ തന്നെ എത്രക്കെയാടാ വ്യൂസ്? 10K. 10K വ്യൂസ് ആയി. ഞാൻ നേരത്തെ ജംഗ്ഷനിൽ പാല് മേടിക്കാൻ പോയപ്പോഴേ നമ്മുടെ റോഡിന്റെ അപ്പുറത്ത് കുറച്ച് പയ്യന്മാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ എന്നെ കണ്ടപ്പോഴേക്കും മറ്റേ ചേച്ചി പോകുന്നു, പൊങ്കാലി ചേച്ചി പോകുന്നൊക്കെ. എന്നിട്ട് ചക്കര പൊങ്കൽ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെയൊക്കെ കാണിച്ചിങ്ങനെ ശ്രദ്ധിക്കാതെ അങ്ങ് നടന്ന്. അപ്കമിങ് സ്റ്റാർ നിങ്ങള് റിവ്യൂ ചെയ്തായിരുന്നല്ലോ. പിന്നെ ചേച്ചി പുള്ളിക്ക് നല്ല ഫാൻ ബേസ് ആണ്, അതുകൊണ്ട് കളിക്കുമ്പോ സൂക്ഷിച്ചും കണ്ടൊക്കെ കളിക്കുക. എന്താണ് എല്ലാരും കൂടെ ഒരു ചർച്ച? കേശവൻ ഇപ്പൊ സിനിമ കണ്ടിട്ട് വന്നയാ. ഇപ്പൊ ചേച്ചി റിവ്യൂ ഇടാൻ പോണം. എന്താണ് സിനിമയുടെ പേര്? സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരുന്നി. ഇത് പഴയ സിനിമാ പാട്ടല്ലയോ? അതങ്ങനെ തന്നെ മുമ്മ. പണ്ടത്തെ പല സിനിമാ പാട്ടുകളുടെയും വരികളാണ് ഇപ്പോഴത്തെ പല പടങ്ങളുടെയും പേരുകൾ. ഇതെങ്ങനെ മുമ്പേ പറഞ്ഞതുപോലെ സൈക്കോ തന്നെയാണോ? സൈക്കോ അല്ല, ലവ് സ്റ്റോറിയാണ്. സൈക്കോ ലവ് സ്റ്റോറി. മുമ്മ കഥ എന്ന് പറഞ്ഞാല് ഒരു ചെക്കനും പെണ്ണും തമ്മിലുള്ള പ്രേമമാണ്. ആദ്യം ന്യൂ ജനറേഷനിൽ തുടങ്ങും, പിന്നെ അത് മരം ചുറ്റിയാവും. അവസാനം കൊണ്ടുവന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കഥാകാരൻ എഴുതി തുടങ്ങിയപ്പോൾ ഒന്നും തീർന്നപ്പോൾ വേറെ ആരോ ആണെന്ന്. ഇല്ലെങ്കിൽ പുള്ളി മറന്ന് ഈ കാലഘട്ടത്തിലാണ് ഈ പടം നടക്കണേന്ന്. അവസാനം കൊണ്ടുവന്ന ഒരു കാര്യമില്ലാത്തൊരു ത്യാഗം മണ്ണാങ്കട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ വല്ലതായിരുന്നെങ്കിൽ എപ്പോഴാ പോയി രജിസ്റ്റർ ഓഫീസിൽ പോയി. ഞാനെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ജനറേഷൻ ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ എന്നാ ഉദ്ദേശിച്ചത്. എന്നാ പിന്നെ കേശുവേ എങ്ങനെയാ തുടങ്ങിയാലേ ഇച്ചിരി കൈ നങ്ങിട്ട് സെറ്റ് ചെയ്യാം. നശിപ്പിക്കണം. അതെ, നശിപ്പിക്കുന്നതിന് മുന്നേ ചേച്ചിയാണല്ലോ റിവ്യൂ പറയുന്നേ. ഒരു പ്രാവശ്യം ഒന്ന് തിയേറ്ററിൽ പോയി പടം കണ്ടേച്ച് വന്ന് പറയുന്നല്ലേ അടിപൊളി? അതായിരിക്കില്ലേ നല്ലത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവൻ ഓൾറെഡി പടം കണ്ടല്ലോ. അത് മാത്രല്ല ശിവ, ഈ ഒറ്റയ്ക്കൊക്കെ സിനിമ കാണാൻ പോകുന്നത് ഭയങ്കര ചടങ്ങാ. പിന്നെ രണ്ടുപേരായിട്ട് പോവാന്ന് വെച്ചാൽ ഭയങ്കര ചെലവാ. നോ, ഒന്ന് സെറ്റ് ആയിട്ട് നമുക്ക് തിയേറ്ററിൽ പോയി ഒരു പൊളിയൊക്കെ പൊളിക്കാലോ. ഇപ്പൊ ഇങ്ങനത്തെ റിവ്യൂവേഴ്സിനൊക്കെ തിയേറ്ററിൽ നിന്ന് അടിച്ചോടിക്കാതെ ഞാൻ കേട്ടെ. എന്റെ ശിവ, നമ്മളൊരു 10 വീഡിയോ അങ്ങ് ചെയ്തിറക്കിയാലുണ്ടല്ലോ, നമ്മളെ 10 ആള് അറിയും. അപ്പൊ എങ്ങനാ തുടങ്ങിയല്ലേ? വാ തുടങ്ങാം. ജോണർ എന്തായാലും ലവ് സ്റ്റോറി അല്ലേ? പിന്നെ അതിനകത്ത് മരം ചുറ്റി പ്രേമം അല്ലേ? പാറുവേ പോയി 2 ചെമ്പരത്തി പറിച്ചുണ്ടോ? ചെമ്പരത്തി പൂ അതൊക്കെ ഉണ്ട്. റോളിംഗ് ആക്ഷൻ. ഹായ് ഗായ്സ്, ദിസ് ഈസ് ലെറ്റ്. നളനും ദമയന്തിയും, മുംതാസും ഷാജഹാനും, ലൈല മജ്നു ഇവരൊക്കെ പ്രണയിച്ചത് എന്താണ് പ്രണയം? സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരുന്നി. ഈ പടം കണ്ടിറങ്ങിയതിന് ശേഷം പിള്ളേരൊക്കെ കുയിലേ എന്നല്ല വിളിച്ചു കൂവിയത്. സത്യം പറഞ്ഞ ഇതൊരു റൊമാൻറ്റിക് മൂവി ആണെന്നാണ് അവര് പറയുന്നത്. പക്ഷെ ഇതൊക്കെ എന്തോന്ന് റൊമാൻസ്, ഇതൊക്കെ എന്ത് പ്രണയം? ഇതൊക്കെയാണോ ഒരു പ്രണയ പടം? നായികയ്ക്ക് വയ്യ. നായികയുടെ വയ്യായ്മ കാരണം നായകന്റെ പനി ആരും അറിഞ്ഞില്ല. എനിക്കറിയാൻ മേലാനിട്ട് ചോദിക്കുക, താൻ ആരുവാ? തനിക്കൊരു വിചാരമുണ്ട് താൻ എന്തോ വലിയൊരു സംവിധായകനാണെന്ന്. യൂക്കാലിപ്സ് മരങ്ങൾക്കിടയിലൂടെ കെട്ടിപ്പുണർന്നോടുന്ന 2 യുവ മിഥുജങ്ങളെ ഞാൻ കണ്ട്.
അയ്യോ എന്തൊരു പ്രണയം. സത്യം പറഞ്ഞുണ്ടല്ലോ പെറ്റ തള്ള സഹിക്കില്ല. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. പ്രണയിക്കുന്നവരും പ്രണയിക്കാത്തവരും പ്രണയിക്കാൻ പോകുന്നവരും ദയവ് ചെയ്ത് ഈ സിനിമ കാണരുത്. പ്രണയം വെറുത്തു പോകും. സൈനിങ് ഓഫ്. ദിസ് ഈസ് ലെറ്റ്. പൊങ്കലോ പൊങ്കൽ, ചക്കര പൊങ്കൽ. എന്റെ അമ്മേ, ഒളിച്ചടിക്ക് നശിപ്പിച്ചെന്നാ മര്യാദയ്ക്ക് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്തോ നോളണം. ഞാൻ നശിപ്പിച്ചെന്ന് പെട്ടെന്ന് താഴ്ത്തു പോയ ഫ്ലോയിൽ പറഞ്ഞു പോയതാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.